ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് എനിക്ക് അത്ര സുഖമില്ല. ഈ ചിരി മാത്രമേ ഇല്ല കേട്ടോ. കാലിൻ്റെ മുട്ടുവേദന എടുത്തിട്ട് കുറേ നാളിൽ റെസ്റ്റില്ലാതെ നോക്കളെ. മുട്ടുവേദന, പിന്നെ കൈവേദന, അതെല്ലാം കൂടി തന്നെ ഈ വലത്തെ കണ്ണിനും ബാധിക്കും കേട്ടോ. കണ്ണ് തന്നെ എല്ലാണ്ട് ഏടെ വേദന വന്നാലും കണ്ണിലേക്ക് വരും. ഞരവിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞേട്ടാ. പിന്നെ എന്തിനാ ഞാൻ വന്നിരിക്കുന്നവരാ? വയസ്സെല്ലായില്ല, സൂക്കടലുണ്ടോ സാരില്ല. പണിയെടുക്കാൻ പിന്നെ എൻ്റെ മക്കളും പപ്പാട്ടുണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ 50K അതിൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് നമ്മളന്ന് സെലിബ്രേഷനെല്ലാം ചെയ്തിട്ട് അത് വേറെ കാര്യം. എന്നാലും അത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇത്ര പേര് ആവാൻ വേണ്ടിയിട്ട് നല്ല പിന്നെ പ്രതീക്ഷയോടും നല്ല നമ്മളിത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു രാജൊന്നും തുടങ്ങിയത് പൊട്ടി പാളീസായി പോയിന്ന്. പക്ഷെ പിന്നെ എൻ്റെ ഈ വീട്ടിലെ വർത്താനം കേട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ കുഞ്ഞുങ്ങളോടെല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം പിന്നെ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയുമ്പോൾ തമാശയായിട്ട് ഇവരെടുക്കുക. അന്നേരം ഇവർ പറയാം നമുക്ക് ചാനലിലൂടെ അമ്മയുടെ വർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇവർ കുട്ടികൾ പറഞ്ഞിട്ടാട്ടോ തുടങ്ങിന് രണ്ടാമതും മനസ്സോടെ തുടങ്ങിയത്. പക്ഷെ അത് എന്തോ ദൈവകാരുണ്യം കൊണ്ട് അതങ്ങനെ സക്സസ് ആയി. എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തു കേട്ടോ. കുറേ കഷ്ടപ്പെട്ടിട്ടാ. ആദ്യം വിചാരിച്ചേ തുടങ്ങുമ്പോഴും വിചാരിച്ചു എത്രയാ കണ്ടന്റ് ഞാനൊരു പൊളിക്കുന്ന് വിചാരിച്ചേ. തീരാത്തത്ര കണ്ടന്റ്. അത് 2 ആഴ്ച വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കണ്ടന്റ് എല്ലാം തീർന്നു. പിന്നെ അങ്ങോട്ടും ദേഷ്യം ലൈ ചൊടിച്ചിരിക്കലായി കണ്ടന്റിൻ്റെ ക്ഷാമായി കേട്ടാ. എന്നാലും ഇങ്ങനെ ഒപ്പിച്ച് പോകുന്നട്ടാ. പിന്നെ ആദ്യമെല്ലാം പിന്നെ എനിക്ക് തോന്നിയിട്ടേ ഞാനിത് മുന്നോട്ട് പോകും തോന്നിയിട്ടാ. അങ്ങനത്തെ പ്രതിസന്ധിയിലും ഉണ്ടായിനെ. പക്ഷെ എല്ലാം അതിജീവിച്ച് നമ്മളിപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. 50,000 ഒന്നും അല്ലാന്ന് എനിക്കറിയാം. പിന്നെ 1 ലക്ഷം 1 മില്യൺ എല്ലാം ആവണം എന്നറിയാം. ആവുമായിരിക്കും. ദൈവ സഹായിക്കട്ടല്ലേ. നിങ്ങൾ കൂടി സപ്പോർട്ട് വേണം. അല്ല ഇങ്ങനെയല്ലാന്ന് കഥ കേട്ടാ. അതുകൊണ്ട് പിന്നെ ഇനി നിങ്ങളെ സപ്പോർട്ടെല്ലാം എനിക്ക് വേണം കേട്ടാ. പിന്നെ അതെല്ലാം എന്നോട് പറഞ്ഞു ഗീത നീ പിന്നെ അഭിനയിക്കുന്നത് ശരിയല്ല. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല കേട്ടാ. ഞാൻ വീട്ടിലില്ല പോലെ ഞങ്ങളോട് വർത്താനം പറഞ്ഞത് ശരി എന്നല്ല എന്നെല്ലാം പറയുമ്പോൾ കുറച്ചാളെല്ലാം പറയുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതെല്ലാം മാറി എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഒന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇനി നിങ്ങൾ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്താ പിന്നെ ഗീതേച്ചി ഇവിടെ നിർത്താട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം.